തകർപ്പൻ തുടക്കവുമായി രമേശ് ചെന്നിത്തല. ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത രമേശ് ചെന്നിത്തല കിടിലം തുടക്കം കുറിച്ചിരിക്കുകയാണ്. പോലീസ് സംവിധാനത്തെ അടിമുടി പരിഷ്കരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് മേധാവികളുടെ യോഗം വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് വളരെ സുപ്രധാനമായ, കേരളത്തിലെ ജനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം, പോലീസ് സ്റ്റേഷനുകളെ ജനസേവന കേന്ദ്രങ്ങളാക്കും. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സൗമ്യമായ സേവനവും പെരുമാറ്റവും ഉറപ്പാക്കുവാൻ ഗുഡ് മോർണിംഗോടുകൂടി അവരെ ഗ്രീറ്റ് ചെയ്യും. സ്റ്റേഷന് ചുറ്റും കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങളെല്ലാം ക്ലിയർ ഓഫ് ചെയ്യും. അതുപോലെ ജനങ്ങളുടെ പ്രശ്നം സൗമ്യമായി കേൾക്കും, അതിന് പരിഹാരമുണ്ടാക്കും. ക്രിമിനലുകളായ പോലീസുകാരെ സർവീസിൽ വെച്ചേക്കത്തില്ല എന്നൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തി. കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ അഴിച്ചുവിട്ട ആ സേനയുടെ ആ ബഹുമാനം നഷ്ടപ്പെടുത്തിയ ആ നടപടികൾക്കെതിരെ വീണ്ടും ശക്തമായ നടപടികളെടുത്ത് ഈ സേനയെ ഒന്ന് കുത്തിക്കെട്ടി അടക്കമൊതുക്കമുള്ളതാക്കുവാനുള്ള ശ്രമങ്ങൾക്ക് വളരെയേറെ ജനങ്ങളുടെ പിന്തുണ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ വളരെയേറെ സുപ്രധാനമായ ഒരു പദ്ധതി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ, ദ നാർക്കോ ഹണ്ട്. നമുക്കറിയാം, തുഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. ലഹരി മാഫിയക്കെതിരെ അവരുടെ അടിവേരർക്കുവാനുള്ള വലിയൊരു കൊടുങ്കാറ്റായി മാറുവാനുള്ള ഒരു പദ്ധതിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കേരളത്തിലെ ജനങ്ങൾ കേൾക്കുവാൻ കാത്തിരുന്ന ഒരു വാർത്തയാണിത്. ഒരു ഉദാഹരണം പറയാം. ഇക്കഴിഞ്ഞ 2026 ആ തുടക്കം മുതൽ, ജനുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള 59 ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നത് 70 കൊലപാതകങ്ങളാണ്. 59 ദിവസങ്ങളിൽ 70 കൊലപാതകങ്ങൾ. ഏതാണ്ട് 250ഓളം കൊലപാതക ശ്രമങ്ങളും ഉണ്ടായി. ഇതിൻ്റെ 80% പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന വിവരം നമുക്ക് ലഭിച്ചത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരിയുടെ ഉപയോഗമായിരുന്നു എന്നാണ്. വർദ്ധിച്ചു വരുന്ന കുടുംബ പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗിച്ച് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ആത്മഹത്യകൾ ഉണ്ടാകുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, സുഹൃത്തുക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് കൊലപാതകത്തിൽ കലാശിക്കുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും നാശം വിതയ്ക്കുന്ന ഈ ലഹരി മാഫിയയെ പിഴുതെറിയുവാൻ വളരെ ഉജ്ജ്വലമായ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. വെഞ്ഞാറമൂട്ടിൽ 23കാരനായ അഫാൻ, നമുക്കറിയാം എത്ര പേരെയാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. നഞ്ചക്ക് കൊണ്ട് തലയോട്ടി തകർത്ത സംഭവങ്ങൾ. മക്കൾ മാതാവിനെ കൊല്ലുന്നു, മക്കൾ പിതാവിനെ കൊല്ലുന്നു, പിതാവ് മക്കളെയും കുടുംബത്തെയും കൊല്ലുന്നു. അങ്ങനെ എത്ര വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രതിവർഷം 300 മുതൽ 400 വരെ കൊലപാതകങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നു. ഇതിൽ നല്ലൊരു ശതമാനവും ലഹരിയുടെ അടിമകളായിരുന്നവരാണ്, അല്ലെങ്കിൽ ആ ലഹരിയുടെ ആ പിടിയിലിരുന്നവരാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ വർഷം തന്നെ 2901 ബലാത്സംഗ കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 90% ലഹരിയുടെ ഉപയോഗത്താലാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ 4286 സ്ത്രീത്വത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ലഹരിയുടെ അടിമകളായവരാണ് ചെയ്തിരിക്കുന്നത്. ഈ ലഹരിയുടെ അടിമകൾ എന്ന് പറയുമ്പോൾ പലരും കരുതും ഇത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണ് എന്ന്. അല്ല, ഡോക്ടർമാർ മുതൽ ടെക്നോക്രാറ്റ്സ് മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ കൂലിപ്പണിക്കാർ വരെയുള്ള എല്ലാ മേഖലകളിലേക്കും ഈ ലഹരിയുടെ വേര് പടർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില തകർക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. ഇന്ന് എന്തുകൊണ്ട് ഈ ലഹരി മാഫിയയെ തകർക്കാൻ പറ്റുന്നില്ല, കൂച്ചുവിലങ്ങിടാൻ പറ്റുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഇവിടെ ഇല്ലാത്തത് എന്നുകൊണ്ടാണ്. ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകർത്താവാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ യാതൊരു കാരണവശാലും റോഡ് മാർഗമോ എയർ മാർഗമോ കടൽ മാർഗമോ ഇവിടെ ലഹരി എത്തില്ല. അതിന് വളരെ സുസജ്ജമായ ഒരു ഏകോപനവും സംവിധാനവും പോലീസ് സേനയുടെ അലകും പിടിയും മുറുക്കിയുള്ള ആ കൺട്രോളിങ്ങും എല്ലാം ആവശ്യമാണ്.
UDF സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ വളരെ പ്രതീക്ഷ നൽകുന്നു രമേശ് ചെന്നിത്തലയുടെ ഈ പ്രഖ്യാപനം. സാധാരണഗതിയിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഈ ലഹരി ഇടപാടുകളുടെ ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ ശിങ്കടികളുമാണ്. അതുപോലെ തന്നെ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കലും ലഹരി കടത്തലും ഈ പിടിച്ചെടുക്കുന്ന ലഹരിയുടെ കച്ചവടവും തിമിംഗല ഛർദി കച്ചവടവും എല്ലാം നടത്തുന്നത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന വെളിപ്പെടുത്തലുകൾ വന്നു എങ്കിലും ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നവർ അയാളെ സംരക്ഷിച്ചത് കൊണ്ട് അയാൾ ഇന്നും പോലീസ് യൂണിഫോമിൽ ഈ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നത് നമുക്ക് വളരെയേറെ ഭീതി ഉണ്ടാക്കുന്നു. അപ്രകാരമുള്ള ആ അവസ്ഥയിലും രമേശ് ചെന്നിത്തല ഇപ്രകാരം ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി. മനോജ് എബ്രഹാം IPSനെ പോലെയുള്ള മികവുറ്റ പോലീസുകാർ നമ്മുടെ പോലീസ് സേനയിലുണ്ട്. അവരെ പോലെയൊക്കെയുള്ള ഭീഷണശാലികളായ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇത്തരം പദ്ധതികളുടെ നോഡൽ ഓഫീസർമാരാക്കി ഇതിന് നേതൃത്വം നൽകിയാൽ യാതൊരു സംശയവും വേണ്ട, ലഹരി മാഫിയയുടെ അടിവേരർക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ വിദ്യാലയങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, കുടുംബങ്ങളിൽ സമാധാനം തകർക്കുന്ന ഒരു ചെറിയ വഴക്ക് പോലും കൊലപാതകത്തിലേക്ക് കലാശിപ്പിക്കുന്ന ഈ ലഹരിയുടെ ഉപയോഗം പാടെ ഇല്ലാതാക്കുവാൻ ഇപ്രകാരം ശക്തമായ നടപടികൾ നമുക്ക് ആവശ്യമാണ്. പണ്ടുള്ള കാലങ്ങളിലെല്ലാം ഇവിടെ ലഹരി ഉപയോഗമുണ്ടായിരുന്നു. ആളുകൾ മദ്യം ഉപയോഗിക്കുമായിരുന്നു, അതല്ലെങ്കിൽ വാറ്റി ഉപയോഗിക്കുമായിരുന്നു. അന്നൊന്നും പക്ഷേ ഇത്രയും വലിയ കൊലപാതകങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്തരം ലഹരികൾ അത് ഉപയോഗിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അവർ നോർമൽ സ്ഥിതിയിലാകും. എന്നാൽ ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകളോളം ദിവസങ്ങളോളം ആ ലഹരിയിൽ അവർ മുങ്ങിത്താഴുന്നു, അവർ മനുഷ്യമൃഗമായി മാറുന്നു. ഈ സിന്തറ്റിക് രാസലഹരിയെ നിയന്ത്രിക്കേണ്ടുന്നത്, ഈ ലഹരി മാഫിയയുടെ അടിവേരിറക്കേണ്ടുന്നത് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതി ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇപ്രകാരം ഒരു നടപടിയെടുത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയോടുള്ള ആ നന്ദിയും ആ കടപ്പാടും ITV ന്യൂസിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അദ്ദേഹം നടത്തിയ ആ പത്രസമ്മേളനം നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിൻ്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാക്കാൻ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. കാരണം ഇത് നമ്മുടെ ഭാവി തലമുറയെ കരുതിയുള്ള ഒരു വലിയ ഓപ്പറേഷനാണ് കേരള പോലീസ് ഉടനടി ആരംഭിക്കുന്നത്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളുമാണ് വിശദമായ ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും സഹായം ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങൾ, എല്ലായിടത്തും ഇതിൻ്റെ വേരുകളുണ്ട്. ആ വേരുകൾ കണ്ടെത്താൻ നമ്മുടെ കേരള DGP മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായും ബന്ധപ്പെടും. അങ്ങനെ ബന്ധപ്പെട്ട് അവരുടെ എല്ലാവരുടെയും ഒരു സഹായവും കോർഡിനേഷനും ഈ കാര്യത്തിലുണ്ടാകും. പ്രധാനമായും ഈ കെമിക്കൽ നർക്കോട്ടിക്സ് കടന്നു വരുന്ന സ്ഥലങ്ങളുണ്ട്, ആ സിന്തറ്റിക് നർക്കോട്ടിക്സ് വരുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഗഞ്ച വരുന്ന സ്ഥലങ്ങളുണ്ട്.
അവിടെയെല്ലാം DGP അവിടുത്തെ ആ സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ബന്ധപ്പെട്ട് ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഉണ്ടാകും. മറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ രേഖപ്പെടുന്നത് പോലീസിന് രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആര് ഈ ഡ്രഗുകൾ വിൽപ്പന നടത്തുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, അവരുടെ മേൽ കർശനമായ നടപടി ഉണ്ടാകും. ശക്തമായ പോലീസ് നടപടി ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാകില്ല. സ്കൂളിൻ്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ കർശനമായി പോലീസ് നിയമപരമായി നേരിടും. ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളും ഉപയോഗിക്കുന്ന ആളുകളെയും ശക്തമായി തന്നെ പോലീസ് നേരിടാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അത് 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിലും DJ പാർട്ടികളിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ കായലുകളിലും കടലിലുമൊക്കെ പോയി പാർട്ടികൾ നടത്തുന്നവരാണെങ്കിൽ അവിടെയെല്ലാം പോലീസിൻ്റെ ശ്രദ്ധയുണ്ടാകും. ഒരു കാരണവശാലും നാർക്കോട്ടിക്കിൻ്റെ ഉപയോഗവും വിതരണവും വിൽപ്പനയും കേരളത്തിൻ്റെ 4 അതിരുകളിൽ അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് കേരള പോലീസ് മുന്നോട്ട് പോകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.